ധന്യ, ഓണമിങ്ങെത്തി. നമുക്ക് നമ്മുടെ മീഡിയ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരാം. വാർത്തയിലേക്ക്. നമ്മുടെ നിലപാടുകളുടെ രാജകുമാരി എന്ന് മലയാളി സിനിമാ പ്രേക്ഷകർ ഉദ്ഘോഷിക്കുന്ന പാർവതി തിരുവോത്തിന് നിലപാടുകൾ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് പാർവതി തിരുവോത്ത് പറഞ്ഞത് WCC രൂപീകരണത്തിന് ശേഷം ഈ പാർവതി ഉൾപ്പെടെയുള്ള പല നടിമാർക്കും സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു, അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ തെളിവ് സഹിതം രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം 2006 പാർവതി സിനിമ അഭിനയം തുടങ്ങി 2018 വരെ, അതായത് WCC രൂപീകരിക്കുന്നത് വരെ 11 സിനിമകളിലാണ് പാർവതി അഭിനയിച്ചത്. അതായത് WCC രൂപീകരിച്ചതിന് ശേഷവും ഇന്ന് വരെ 11 ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് പാർവതി മാറ്റി നിർത്തപ്പെട്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, പാർവതി പല സംവിധായകരുടെയും കഥകളുമായി സമീപിക്കുമ്പോൾ വേതനത്തിൻ്റെയും ശമ്പളത്തിൻ്റെയും കഥയുടെയും പേര് പറഞ്ഞ് അവരെ മടക്കി അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ അവരെ ആരും സമീപിക്കാതിരുന്നില്ല, അവർക്ക് അവസരം നിഷേധിച്ചതല്ല എന്നാണ് ഇപ്പോൾ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ധന്യ, അത് കേട്ടിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പായസം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധ മുഴുവൻ പായസത്തിലേക്കായിരുന്നു കുറച്ചു നേരത്തേക്ക്. എന്തായാലും ആദ്യത്തെ ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിലപാടുകളുടെ രാജകുമാരി. ഞാൻ പറഞ്ഞതല്ല, സോഷ്യൽ മീഡിയ പറയുന്നതാണ്. കാരണം അവരുടെ ഒരു ശരീരഭാഷയും ഈ WCC രൂപീകരണത്തിന് ശേഷമുള്ള അവരുടെ ഒരു നിലപാടുകളും രീതിയും ശരീരഭാഷയും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ WCCയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ദിലീപ് മാത്രമായിരുന്നു. ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, കാരണം നടിയെ ആക്രമിച്ച കേസ്, ആ നടി ഇവരുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ആ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുമ്പോൾ രൂപീകരിച്ച സംഘടന, ആ സംഘടന വഴി ദിലീപായിരുന്നു ഇവരുടെയൊക്കെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പല ഇൻ്റർവ്യൂസിലും പലതിലുമൊക്കെ ഇവരുടെ അവസരങ്ങൾ നിഷേധിച്ചു. WCC അംഗമായതുകൊണ്ട് എൻ്റെ അവസരങ്ങൾ നിഷേധിച്ചു. ഒരിക്കലുമില്ല. ഒരു കഴിവുള്ള അഭിനേത്രിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ WCC എന്നോ അവിടെ മറ്റേതെങ്കിലും വേർതിരിവുകൾ ഉണ്ടോ എന്നോ ഒന്നും ആരും നോക്കാറില്ല. പ്രത്യേകിച്ച് പാർവതി തിരുവോത്തിനെ പോലെ അഭിനയ കഴിവുള്ള ഒരു നായികയെ ഏത് സംവിധായകനെ സമീപിച്ചാലും അവർക്ക് കഥ ഇഷ്ടമായ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഉള്ളൊഴുക്ക്. മമ്മൂട്ടിയുടെ കൂടെ പുഴു അവർ അഭിനയിച്ചത് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ്. അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തതയുള്ളതാണ്. നന്നായി ഫലിപ്പിക്കാനും അവരെ കണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പാർവതി തിരുവോത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങളല്ല പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ WCCയുമായി ബന്ധപ്പെട്ട് റിമ കല്ലിങ്കലിനെതിരെയും ആഷിഖ് അബുവിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണം നടി സുചിത്ര പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്, വലിയ വാർത്തയായതാണ്. പ്രാഥമികമായി ഇപ്പോൾ ആഷിഖ് അബുവിനെതിരെയും റിമ കല്ലിങ്കലിനെതിരെയും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അത് ഏത് വഴി എത്തും, എങ്ങനെ പോകും? കാരണം രണ്ടുപേരും ഇടതുപക്ഷ സഹയാത്രികരാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രകൾ എവിടെയൊക്കെ അവസാനിക്കും, ഈ കേസുകൾ എവിടെയൊക്കെ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ഈ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ ഇന്നലെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞത്. പല സംവിധായകരും, അതായത് ഫെഫ്കയിലുള്ള പല സംവിധായകരും പാർവതി തിരുവോത്തിനെ സമീപിച്ചിരുന്നു. ശമ്പളവുമായി ബന്ധപ്പെട്ട പേരിലാണ് അവർ പല സിനിമയും വേണ്ടെന്ന് വെച്ചത്. എന്തിനേറെ പറയുന്നു, വിധു വിൻസെന്റ് WCCയുടെ ഒരു സ്ഥാപക അംഗം കൂടിയാണ് വിധു വിൻസെന്റ് WCCയിൽ നിന്ന് മാറിയത് പല തവണ പാർവതി തിരുവോത്തിനെ അവർ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ, അവരെടുക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് പാർവതി തിരുവോത്ത് ആ ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോഴാണ് തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ സഹായിക്കാൻ പോലും, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു സംഘടനയോടൊപ്പം താൻ എന്തിനു നിൽക്കണം എന്നുള്ള ബോധം വന്നതോടെയാണ് അവർ ആ സംഘടനയിൽ നിന്ന് പുറത്തുപോയത്. മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം മഞ്ജു വാര്യർ സംഘടനയിൽ നിന്ന് പുറത്തു പോയത് കൊണ്ടാണ് അവർക്ക് റോള് കിട്ടിയത്, അവസരം കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല വ്യക്തിപരമായി. കാരണം മഞ്ജു വാര്യർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊന്നും ഇവിടെ ഇനി വരുന്ന നടിമാരോ ഇതിനു മുന്നുള്ള നടിമാർക്കോ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളല്ല അവർ ചെയ്തു വെച്ചിട്ട് 14 വർഷം അവർ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലിരുന്നത്. തിരിച്ചു വന്നപ്പോഴും ഏറ്റവും കൂടുതൽ സ്ത്രീക്ക് പ്രാധാന്യമുള്ള കഥാപാത്രം ചെയ്തുകൊണ്ടാണ് അവർ സിനിമയിലേക്ക് കയറി വന്നത്. ഇപ്പോഴും തമിഴിലും മലയാളത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സിനിമകൾ ചെയ്യുന്ന ആളാണ് മഞ്ജു വാര്യർ. അവരെ തേടി സിനിമകൾ വരുന്നുണ്ട്. പലതും അവർ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ ഉപേക്ഷിക്കുന്ന സിനിമകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ WCC ചേർന്നാലും അമ്മയിൽ ചേർന്നാലും അവർക്ക് കിട്ടാനുള്ള കഥാപാത്രങ്ങൾ അവരെ തേടി വരിക തന്നെ ചെയ്യും. മഞ്ജു വാര്യർ അഭിനയിച്ചാലേ ആ കഥാപാത്രം മികച്ചതാകൂ എന്ന് സംവിധായകൻ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഞ്ജു വാര്യരെ തേടി തന്നെ വരും.
ഇതിന്റെ പേര് ചോദിച്ചോട്ടെ, ഒരു സംശയം, അത് എത്രത്തോളം അതിന് സാധ്യത ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ്. ദിലീപിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ സിനിമ, മലയാള സിനിമ ഇതിൽ നടന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മഞ്ജു വാര്യറിന് കൂടുതൽ വേഷങ്ങൾ കിട്ടുകയും ചെയ്തു. അപ്പൊ ഒരു വശത്ത് ദിലീപിനെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് മഞ്ജു വാര്യറിന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയതാണോ ആകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. മഞ്ജു വാര്യറിനെ സംബന്ധിച്ചിടത്തോളം മഞ്ജു വാര്യർ ഇവരുടെ ശ്വേതാ മേനോൻ WCC ഉണ്ടായിരുന്നു. അവർ പിന്നീട് ഇതിന്റെ പ്രശ്നങ്ങളുടെ പേരിൽ അവരിപ്പോ അമ്മ ആ സംഘടനയിലും അംഗമല്ല. മഞ്ജു വാര്യർ അമ്മയിൽ അംഗമാണ്. മഞ്ജു വാര്യർ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ, ഈ അലൻസിയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ WCC ഒരു അംഗമാണ് പരാതി നൽകിയത്. ആ പ്രശ്നം എന്തായി, ഇവർ എന്ത് പരിഹാരം നടത്തി, ഇവരെന്ത് പരാതി പരിഹാര സെല്ലാണ് ഈ WCC. ഇവരുടെ ടാർഗറ്റ് അലൻസിയറിനോടൊപ്പം പാർവതി അഭിനയിക്കുകയും ചെയ്തു. ഇവരുടെ ടാർഗറ്റ് മുഴുവൻ ദിലീപാണ്. ഇവർ ഈ WCC സംഘടന ഉണ്ടാക്കിയത് സ്ത്രീകളെ ഇപ്പോൾ തന്നെ അങ്ങ് സുരക്ഷിതരാക്കാമെന്നോ, ഇപ്പോൾ സിനിമാ മേഖലയെ അങ്ങ് മറിച്ച് തള്ളാമെന്നോ, ഈ WCC-ലെ ഒരു അംഗത്തിന്റെ കാരവാനിൽ മൂത്രമൊഴിക്കാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കയറിയപ്പോൾ മൂത്രമൊഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉള്ളതാണ്. ഈ സംഘടനയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്, എന്ത് നിലപാടാണുള്ളത്? നടിമാരെന്ന് മോഹൻലാൽ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കൊട്ടി ആഘോഷിച്ച് മോഹൻലാലിനെതിരെ ഒരു നടൻ ഞങ്ങളെ, അമ്മയിലെ ഒരു നടൻ ഞങ്ങളെ, അല്ല അമ്മയുടെ പ്രസിഡന്റ് ഞങ്ങളെ നടിമാർ എന്ന് വിളിച്ചു. പിന്നെ ഇവരെ എന്താണ് വിളിക്കേണ്ടത്? നടിമാരല്ല എങ്കിൽ ഇവരാരാണ്? ഇവരെന്താണ് വിളിക്കേണ്ടത്? പിന്നെ നമ്മൾ മോഹൻലാൽ നടൻ എന്നാണ് പറയുന്നത്, അല്ലെ മോഹൻലാൽ പിന്നെ എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ചെറുക്കനെന്നല്ല ഞാൻ പറയുന്നത്. മോഹൻലാൽ എന്ന നടൻ എന്നാണ് പറയുന്നത്, മമ്മൂട്ടി എന്ന നടൻ എന്നാണ് പറയുന്നത്, രേവതി എന്ന നടി എന്നാണ് പറയുന്നത്. ഇവരെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? രാജകുമാരി എന്ന് വിളിക്കണോ? ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ വല്ലാതെ പ്രകോപിതരാകും. കാരണം പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പാർവതിയെ സംബന്ധിച്ചിടത്തോളം പാർവതിക്ക് അവസരം കിട്ടാത്തത് WCC-യുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന്റെ പേരിലുമല്ല. പാർവതി ഉൾപ്പെടുന്ന WCC അംഗങ്ങളുടെ ഏക ലക്ഷ്യം ദിലീപിനെ തകർക്കുക എന്നത് മാത്രമാണ്. ദിലീപിന്റെ സിനിമകൾ ഇല്ലാതാക്കുക അവരുടെ ലക്ഷ്യമായിരുന്നു. അത് ദിലീപിന് അവസരങ്ങൾ കിട്ടാതിരിക്കുക, ദിലീപിനെതിരെ നീങ്ങുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് WCC എന്ന് പറയുന്നത്. അല്ല എങ്കിൽ എന്തുകൊണ്ട് റിമ കല്ലിങ്കലിനും ആഷിഖ് കപൂറിനുമെതിരെ ഇത്ര വലിയ ആരോപണം വന്നിട്ട് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു, പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നു, മയക്കുമരുന്നുണ്ട്, ലൈംഗിക അടിമകൾ, ലഹരി പാർട്ടികൾ നടത്തുന്നു, ഇത്രമാത്രം കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവർ ഈ പ്രശ്നത്തെക്കുറിച്ച് വാ തുറന്ന് ഇവർ ഒരു അക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? നിലപാടിന്റെ രാജകുമാരിയല്ലേ ഈ കാരവാനിൽ മൂത്രമൊഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വരുന്നു. എന്തുകൊണ്ട് അതിൽ ഇവർ പ്രതികരിക്കുന്നില്ല? അങ്ങനെ എത്ര പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇവർക്ക് അമ്മ സംഘടനയെ തകർക്കണം, അമ്മ സംഘടനയെ പിളർക്കണം, നടന്മാർ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് ഉൾപ്പെടുന്ന താരങ്ങളെ ഒന്നും സിനിമയിൽ അഭിനയിപ്പിക്കരുത്, അവരൊക്കെ മാറി നിന്ന് കൊടുക്കണം, ഇവർക്ക് ഭരിക്കണം മലയാള സിനിമ എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. പാർവതി തിരുവോത്തിനെ സംബന്ധിച്ചിടത്തോളം പാർവതി തിരുവോത്തിന്റെ വേതനം സെലക്റ്റീവായത്, അവർ സെലക്റ്റീവാണ്. ഇന്ന സിനിമകളെ അവർ അഭിനയിക്കുന്ന അവർ തീരുമാനവും നിലപാടും എടുത്തിട്ടുണ്ട്. ആ സിനിമകളിൽ മാത്രമേ അവർ അഭിനയിക്കൂ. അതുകൊണ്ടാണ് അവരുടെ അവസരങ്ങൾ കുറഞ്ഞത്. അല്ലാതെ WCC അംഗമായതുകൊണ്ട് പാർവതിയെ വിളിക്കേണ്ട എന്നാലും തീരുമാനം. അങ്ങനെയാണെങ്കിൽ പുഴു എന്ന സിനിമയിൽ പാർവതിക്ക് ഇപ്പം മമ്മൂട്ടി അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കസബ സിനിമയുടെ ഈ WCC ഫോർമേഷന്റെ സമയത്തുണ്ടായ ഒരു ആയിരുന്നു. എനിക്ക് തോന്നുന്നു IFFK-യുടെ വേദിയിൽ വെച്ചാണ് പാർവതി തിരുവോത്ത് ആ പരാമർശം നടത്തിയത്. കസബ സിനിമയിൽ മമ്മൂട്ടി സ്ത്രീ വിരുദ്ധമായ രീതിയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് അതിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണ് കാണിച്ചതെന്ന്. പക്ഷെ ആ മമ്മൂട്ടി കഥാപാത്രം മറ്റൊരു സ്ത്രീയെ വളരെയധികം, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയുള്ള ഒരു ലേഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിൽ എത്ര രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു സീനാണ് അത്. പ്രൊട്ടക്ട് ചെയ്യുന്ന സീൻ ഇവർ കാണില്ല. മമ്മൂട്ടിയോ മോഹൻലാലോ സിനിമകളിൽ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവർ കാണില്ല. പോലീസ് ഉദ്യോഗസ്ഥയോട് മമ്മൂട്ടി പെരുമാറിയ ആ സീനിനെ മാത്രമാണ്. അതിന് തൊട്ട് മുന്നേ ആ സ്ത്രീ കഥാപാത്രം പോലീസ് ഉദ്യോഗസ്ഥ മമ്മൂട്ടി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് ബട്ടൺ ഊരുന്ന ഒരു സീനുണ്ട്. അതിന് മറുപടിയായിട്ടാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവരത് തൊട്ട് മുന്നേ സ്ത്രീ ചെയ്ത ചെറ്റത്തരത്തിനെ കാണുന്നില്ല. അതിന് തൊട്ട് ശേഷമുള്ള മമ്മൂട്ടി അങ്ങനെ ചെയ്തു, അതാണ്. അത് മമ്മൂട്ടി അല്ല ചെയ്ത, ആ കഥാപാത്രം. അത് എഴുതി വെച്ച തിരക്കഥാകൃത്ത്, അത് ചെയ്യാൻ പറഞ്ഞ സംവിധായകൻ, അവർക്കാർക്കും പ്രശ്നമില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന ജനത്തിന് പ്രശ്നമില്ല. പാർവതി തിരുവോത്തിനാണ് ചൊറിച്ചിലുണ്ടായത്. പറയാത്ത ഗീതു മോഹൻദാസ് ആണെന്ന് തോന്നുന്നു നിർബന്ധിച്ച മമ്മൂട്ടിയുടെ പേര് പറയിപ്പിച്ച. അതെ, അത് IFFK-യുടെ തിരുവനന്തപുരം വേദിയിൽ വെച്ചിട്ട് ആ ഒരു സമയത്തെ നമ്മൾ ഈ WCC-യെ സംശയത്തിന്റെ നിഴലിൽ തന്നെ WCC-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മലയാള സിനിമയെ ഉദ്ബോധിപ്പിക്കുക,
സ്ത്രീകളെ സുരക്ഷിതരാക്കുക, ഇപ്പൊ തന്നെ മലയാള സിനിമയിൽ അഴിച്ചുപണികൾ നടത്താം, നാളെ തന്നെ മലയാള സിനിമ വേറെ തൊഴിലിടങ്ങൾ സുരക്ഷിതമായി, ഇതൊന്നുമല്ല ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇവരൊക്കെ വേതനത്തിന്റെ പേരിൽ സിനിമകൾ മാറ്റിവെച്ചുവെങ്കിൽ ഇവരുടെ ലക്ഷ്യം പണമാണ്. എന്തുകൊണ്ട് പുതിയ സംവിധായകർക്ക് ഇവർ അവസരം കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇവരിൽ തന്നെ സ്ത്രീകളുള്ള സംവിധായകരുണ്ട്, എന്തുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കുന്നില്ല? അപ്പൊ പണമാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. പണത്തിന് വേണ്ടി അഭിനയിക്കുക, അവരുടെ ഉപജീവന മാർഗം അതാണ്. അത് തന്നെ ചെയ്യണം. അല്ല, ഇപ്പൊ റീമ കല്ലിങ്കലും WCCയുടെ ഒപ്പം നിൽക്കുന്നതാണ്. അപ്പൊ ഇവർ പറയുന്നത് ഡയറക്ടേഴ്സ് യൂണിയനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് സംവിധായകനായ സജിൻ ബാബുവിന്റെ സിനിമയിലെ ചിത്രത്തിലെ നായിക റീമ കല്ലിങ്കലാണ്. WCC അംഗങ്ങളെ മാറ്റി നിർത്തണമെന്നായിരുന്നു നായികയാക്കണ്ടല്ലോ. അതും പോയിട്ട് റിമ കല്ലിങ്കൽ ആഷികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് രേവതി പ്രതികരിച്ചില്ല? രേവതി ബന്ധപ്പെട്ട ന്യൂഡ് ഫോട്ടോസിന്റെ ഒരു പ്രശ്നം നടക്കുന്നില്ലേ? അത് ആരോപണം എന്ന് പറഞ്ഞ് തള്ളിയില്ല. അതിലെന്തുകൊണ്ട് WCC പ്രതികരിച്ചില്ല? അങ്ങനെ എത്ര ആരോപണങ്ങൾ WCC അംഗങ്ങളുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നത്, എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല? അപ്പോൾ രേവതിയെ നിഷേധിച്ചു, ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാധ്യമങ്ങൾ കൊടുത്തില്ല. രേവതി പറയുമ്പോൾ അത് ആരോപണം, റിമ കല്ലിങ്കൽ പറയുമ്പോൾ ആരോപണം, പിന്നെ പാർവതി തിരുവത്തിനെതിരെ വരുമ്പോൾ അതൊക്കെ ആരോപണം, മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും അമ്മ സംഘടനയിലെ മറ്റ് നടിമാർക്ക് എതിരെ വരുമ്പോൾ അത് കുറ്റമാണ്, അവർ പ്രതികളാണ് എന്ന് മുദ്ര കുത്തപ്പെടുന്നു. ഇവിടെ ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു സംഘടന, ആ സംഘടനയിൽ നിന്നുകൊണ്ട് ഇത്രയും വർഷം ഈ സംഘടന തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു നടിയെ ആക്രമിച്ച 2017 എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 17 മുതൽ 18 വരെ ഇവർ ആക്രമണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു സംഘടന. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവർ ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്താണ് ഇവർ ചെയ്തത്? എത്ര പരാതികൾ സ്വീകരിച്ചു? അവർക്ക് പരാതി നൽകി. ഇവർക്ക് അവർ പറയുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് സ്ത്രീകൾക്ക് പരാതി അറിയിക്കാൻ. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അമ്മ സംഘടനയിൽ അംഗങ്ങളായ എത്ര സ്ത്രീകൾ, എത്ര നടിമാർ അതിൽ അംഗങ്ങളാണ് എന്നതറിയാമോ? ഇല്ല. പല സ്ത്രീകളും പരാതി പറഞ്ഞിട്ടുണ്ട്. WCCക്കാർ ഞങ്ങളെ അത് അറിയിച്ചിട്ടില്ല, അവരുടെ മീറ്റിംഗിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല. അത് ഫോം ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങളോട് ആരോടും അവർ ചോദിച്ചിട്ടില്ല, നിങ്ങൾ വരുന്നുണ്ടോ, നിങ്ങൾ ഇത് ചേരുന്നുണ്ടോ എന്ന്. കഴിഞ്ഞ ദിവസം ചിലരൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ WCC രൂപീകരിച്ചിരുന്നത് എങ്കിൽ ഇവർ ഈ അമ്മയിലുള്ള എല്ലാ സ്ത്രീകളോടും ചോദിക്കണമായിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ അംഗത്തോടെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ സ്ത്രീകളെല്ലാം അംഗങ്ങളായിരിക്കണമായിരുന്നു. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പല സ്ത്രീകൾക്കും പരാതികൾ ഇവർ പരിഹരിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസവാക്കെങ്കിലും ഇവർ കൊടുത്തിരിക്കണം. ഇല്ല, ഇവർ കൊടുക്കില്ല. ഇവരുടെ ലക്ഷ്യം WCC രൂപീകരിക്കുന്നതിലൂടെ ദിലീപാണ്. ദിലീപിനെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു സംഘടനയാണ് WCC എന്ന് പറയുന്നത്. ആ WCCയിൽ നിന്നുകൊണ്ട് ഇവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും പാർവതി തിരുവത്തിന്റെ നിലപാടുകൾ വെറും തള്ളലുകൾ മാത്രമായിരുന്നു എന്ന് പൊളിച്ചടുക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അതോടുകൂടി പാർവതി ഇനി എന്താണ് നിലപാട്, ഇനി പാർവതി വെള്ളപൂശാൻ ഏഷ്യാനെറ്റ് രംഗത്തെത്തുമായിരിക്കും, അറിയില്ല. എന്തായാലും അത് കാത്തിരുന്ന് കാണണം. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ മീഡിയ മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം.